ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് നാളത്തെ എക്സാമിനേഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡിഫൈൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എല്ലാവരും പഠിക്കുക. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റേസിങ് ആൻഡ് സ്പെൻഡിങ് മണിയാണ്. അതായത് എങ്ങനെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം, അതെങ്ങനെ സ്പെൻഡ് ചെയ്യാം, അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു ഡെഫിനിഷൻ. ഇത് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റേസിങ് ആൻഡ് സ്പെൻഡിങ് മണി, അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. മാനേജ്മെൻറ്റ് ഓഫ് മണി എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. ബിസിനസ് സക്സസിൻ്റെ ഒരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബേസിസിൽ വേണം. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് നേച്ചറാണ്, കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനാണ്, മൾട്ടി ഡിസിപ്ലിനറിയാണ്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് എല്ലാവരും ഓർത്ത് വയ്ക്കുക. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്കോപ്പാണ്. ആ സ്കോപ്പിൽ മെയിനായിട്ട് നോക്കേണ്ട 3 സ്കോപ്പുകളാണ്. അത് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, 2 ഫിനാൻസിങ് ഡിസിഷൻ, 3 ഡിവിഡൻഡ് ഡിസിഷൻ. അതെന്തായാലും എല്ലാവരും പഠിച്ചു വയ്ക്കുക. അതിൻ്റെ സ്കോപ്പ് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഷോർട്ട് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഫണ്ട് ആർ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ 2 ടൈപ്സ് ഓഫ് അസറ്റ്. ഫണ്ട് നമ്മൾ 2 രീതിയിലുള്ള അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഫിക്സഡ് അസറ്റിൽ, അല്ലെങ്കിൽ കറണ്ട് അസറ്റിലാണ്. അപ്പോൾ ഈ 2 തരത്തിലുള്ള ഡിസിഷൻസാണ് മെയിനായിട്ടുള്ളത്. അതായത് ലോങ് ടേം ആണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് എഴുതാലോ. എന്താണ്? ലോങ് ടേം അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ? ഷോർട്ട് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ, അതായത് 3 മാർക്ക് ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ഇത് ലോങ് ടേം അസറ്റായിട്ടുള്ള ലോങ് ടേം അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുക. ഷോർട്ട് ടേം അസറ്റിലാണെങ്കിൽ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയും. അടുത്ത രണ്ടാമത്തെ സ്കോപ്പാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറഞ്ഞു അല്ലേ, അത് എങ്ങനെയാണ് നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം, ഏതൊക്കെ സോഴ്സുകളിലൂടെ ഫണ്ട് ഉണ്ടാക്കാം, അതൊക്കെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടതാണ് ഫിനാൻസിങ് ഡിസിഷൻ. അടുത്ത ഡിവിഡൻഡ് ഡിസിഷനാണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫേമിന് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര എമൗണ്ട് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് കൊടുക്കണം, എത്ര എമൗണ്ട് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷനിൽ. അപ്പോൾ അതൊന്നും എല്ലാവരും ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓർത്ത് വയ്ക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ് 1 മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. കാരണം നമുക്കറിയാം ഏതൊരു ബിസിനസ്സിൻ്റെയും മെയിൻ ഒബ്ജക്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. 2 മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്, 3 മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ. ഇത് 3 ഓർത്ത് വയ്ക്കുക. അതിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെയും വെൽത്ത് മാക്സിമൈസേഷൻ്റെയും ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് പഠിച്ച് വയ്ക്കുക. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പറഞ്ഞാൽ ഷോർട്ട് ടേം ആണ്, വെൽത്ത് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്, മറ്റേതിൻ്റെ എയിം എന്താണ്? വെൽത്താണ് അല്ലേ. സുഖമായിട്ട് നമുക്ക് ഡിഫറൻസ് പഠിക്കാവുന്നേ ഉള്ളൂ. ഇത് ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ്നെസ് ആണ് മെഷർ ചെയ്യുന്നത്, അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ സൊസൈറ്റിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് പ്രോഫിറ്റിലാണെങ്കിൽ, മറ്റൊരുത്താണെങ്കിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് ട്രഡീഷണൽ അപ്രോച്ചാണ്, അത് മോഡേൺ അപ്രോച്ചാണ്. ഇവിടെ റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നില്ല, അവിടെയാണെങ്കിൽ റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഡിഫറൻസ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒന്ന് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു വയ്ക്കുക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നുള്ളൂ. അടുത്ത ചാപ്റ്റർ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോങ് ടേം അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ലോങ് ടേം അസറ്റിലാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് മീനിങ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അന്ന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, കാരണം ലോങ് ടേം ആണല്ലോ. അപ്പോൾ നമുക്ക് അസറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അത് ലോങ് ടേം ആണ്. അതുപോലെ ഇറിവേഴ്സിബിൾ ഡിസിഷനാണ് അല്ലേ. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം നമ്മൾ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പഴയപടി നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. അതാണ് ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ റിസ്ക് കൂടുതലാണ്, അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്തും കൂടുതൽ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെയാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിൽ വരുന്നത്. അത് എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ടെക്നിക്സ് ചിലപ്പോൾ എസ് ആയിട്ട് ചോദിക്കാം. അത് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡെന്നോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്നോ ചോദിക്കാം. രണ്ട് രീതിയിലുള്ള ടെക്നിക്സ് ആണുള്ളത്. ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്സ് ഉണ്ട്. ഈ ട്രഡീഷണൽ ടെക്നിക്സിനെയാണ് നമ്മൾ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്ക് എന്ന് പറയാം. മോഡേൺ ടെക്നിക്സിനെയാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്ക് എന്ന് പറയാം. അപ്പോൾ ട്രഡീഷണൽ ടെക്നിക്സിൽ വരുന്നതാണ് പേ ബാക്ക് പീരീഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ARRഉം. ഈ പേ ബാക്കിലാണ് നിങ്ങൾ പോസ്റ്റ് പേ ബാക്ക് പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ പേ ബാക്ക് പീരീഡ് മെത്തേഡും ഉണ്ട്, ARR മെത്തേഡാണ് നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സിൽ വരുന്നത്. മോഡേൺ ടെക്നിക്സിൽ ഇതുപോലെ തന്നെ 4 എണ്ണം വരുന്നുണ്ട്. അതിലൊന്ന് NPV ആണ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. 3 പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. 4 IRR. 5 നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്. നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് മെയിനായിട്ടുള്ളത് NPVയും IRR ആണ് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ഭാഗം ഒന്ന് പഠിച്ചു വയ്ക്കാം. നമുക്ക് ആദ്യം പേ ബാക്ക് പീരീഡ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. പേ ബാക്ക് പീരീഡ് വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലം ഒന്ന് എല്ലാവരും നോക്കി വയ്ക്കുക. ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യനിലോ 5 മാർക്ക് ക്വസ്റ്റ്യനിലോ ചോദിക്കാം. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് ഇൻഫ്ലോ വരുന്നതും ഡിഫറെൻറ്റ് എമൗണ്ടിൽ ഇൻഫ്ലോ വരുന്നതൊക്കെ പഠിച്ചു വയ്ക്കുക. ആ 2 തരത്തിലുള്ള പ്രോബ്ലംസാണ് പേ ബാക്കിലൊന്ന് പഠിച്ചു വയ്ക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പേ ബാക്കിൻ്റെ ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളത് നോക്കുക കേട്ടോ. നമ്മൾ മുൻപത്തെ വീഡിയോസ് പ്ലേലിസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പേ ബാക്ക് പീരീഡ് എന്താണെന്ന് പഠിക്കാൻ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ചിലപ്പോൾ ചോദിക്കും 5 മാർക്കിൽ. അപ്പോൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക. അത് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു അപ്ലൈ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഫോർകാസ്റ്റിങ്ങിന് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അക്കൗണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു, ലോസുകൾ കുറയ്ക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് വരുന്ന അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ടൈം വാല്യൂ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു, ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. അടുത്ത ARR ആണ്. ARR എന്ന് പറഞ്ഞാൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കുക. ARR ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് ഇൻകത്തിനെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ARR കിട്ടുക. ഇപ്പോൾ 2 പ്രൊജക്റ്റുകളൊക്കെ തന്നിട്ട് അതിൽ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ഏതാണെന്നൊക്കെ ARR വെച്ച് നിങ്ങളോട് സോൾവ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 പ്രൊജക്റ്റിൻ്റെയും ARR വർക്കൗട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഏത് പ്രൊജക്റ്റാണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ പേ ബാക്കിൽ അങ്ങനെയല്ല. പേ ബാക്കിൽ ഏറ്റവും കുറവ് വരുന്നതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. കാരണം പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് കിട്ടും, അല്ലെങ്കിൽ എത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് കിട്ടും. അതാണ് പേ ബാക്ക് പീരീഡ് അല്ലേ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കാലയളവായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. പെട്ടെന്ന് കിട്ടാനാണല്ലോ നമ്മൾ പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് പേ ബാക്ക് പീരീഡ് എപ്പോഴും എടുക്കുമ്പോൾ ചെറുതാണ് എടുക്കുക. ARR ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ വലുതാണ് എടുക്കുക. അപ്പോൾ അത് ഒന്ന് എല്ലാവരും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏണിങ്സ് വന്നിട്ടുണ്ട്, എക്സിൻ്റെ വൈഡ് ഏണിങ്സ് വന്നിട്ടുണ്ട്. അതിൽ എക്സിൻ്റെ ഏണിങ്സ് 5,000, 7,000, 6,000, 6,000 അതെല്ലാം കൂടി കൂട്ടി ഡിവൈഡ് ബൈ 4 ചെയ്യുക. 4 വർഷത്തെയാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആവറേജ് ഏണിങ്സ് കിട്ടി. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണണ്ടേ. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആകെ ഒരെണ്ണം തന്നിട്ടുള്ള 40,000. അത് നമുക്ക് ബിഗിനിങ്ങിലെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. എൻഡിങ്ങിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 40,000 + 0/2 20,000. ഇനി നമുക്ക് എന്ത് കിട്ടി, ആവറേജ് ഇൻകം കിട്ടി, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, ARR കാണാമല്ലോ. എങ്ങനെ ARR കാണാം, ആവറേജ് ഇൻകത്തിനെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ചെയ്യാം. അതായത് 6,000/20,000 × 100 പെർസെൻറ്റേജിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 30% കിട്ടും. ഇതുപോലെ വൈഡിങ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 25 എന്നാണ് കിട്ടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് പ്രൊജക്റ്റ് X ആണ്. അപ്പോൾ പ്രൊജക്റ്റ് X നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഓക്കെ അല്ലേ. ഇതാണ് ARR. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നും പഠിക്കാൻ അഡ്വാൻറ്റേജ് ഒക്കെ പഠിക്കുക കേട്ടോ. അടുത്തതാണ് നമ്മുടെ അടുത്ത ക്യാഷ് ഫ്ലോ ടെക്നിക്സ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിലെ ഫസ്റ്റ് പറയുന്നത് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അപ്പോൾ എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് എല്ലാവരും പഠിച്ചു വയ്ക്കാം. അത് വർക്കൗട്ട് ചെയ്യും നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ടാണ്. നമുക്കപ്പോൾ ഓരോ ഇയർലിയും ഏണിങ്സ് തരികയാണെങ്കിൽ അതിന് നിങ്ങൾ ഓരോ വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ, അതായത് ബാക്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടേബിൾ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാം. ആ ടേബിളിലെ വാല്യൂ നോക്കിയിട്ട് ഇപ്പോൾ 15% ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എത്രയാണ് 15% വരുന്നത് അത് ഇട്ട് കൊടുക്കുക. അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കിട്ടും. ആ പ്രസൻറ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടുക. അതിൽ നിന്ന് ആ കൂട്ടി കിട്ടിയ എമൗണ്ടിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക. ആ കിട്ടുന്ന എമൗണ്ടാണ് NPV. ഇതുപോലെ ഇപ്പോൾ 2 പ്രൊജക്റ്റൊക്കെ തരികയാണെങ്കിൽ 2നെ ചെയ്തിട്ട് ഏറ്റവും നല്ലത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലുള്ളതാണ് നോക്കുക. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ടേബിൾ കൊണ്ടുപോകണം. എക്സാമിനേഷൻ ഹാളിൽ ടേബിൾ കൊണ്ടുപോയിട്ട് 15% ഡിസ്കൗണ്ട് ഫാക്ടർ ആണെങ്കിൽ ആ ടേബിളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, 15 ഫാക്ടർ നമ്മൾ എടുക്കുക. അതായത് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നൊരു ടേബിൾ ഉണ്ട് കേട്ടോ. ആ ടേബിളിൽ നോക്കിയിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 15% എത്രയാണ് വരാൻ നോക്കുക, ആ ഫാക്ടർ ചെയ്താൽ. സെക്കൻഡ് ഇയറിൽ എത്രയാണ് വരാൻ നോക്കുക, ആ ഫാക്ടർ ചെയ്താൽ. അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് പ്രസൻറ്റ് വാല്യൂ. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അതിൽ നിന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ പ്രൊജക്റ്റിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, സ്റ്റാർട്ടിങ്ങിൽ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് NPV കിട്ടും. ഇതുപോലെ തന്നെ അടുത്ത പ്രൊജക്റ്റിന് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതാണ് NPV. വളരെ സിമ്പിളാണ് കേട്ടോ, എല്ലാവരും അത് പഠിക്കാം. IRR ആണ് കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത്, എന്നാലും ചിലപ്പോൾ SC ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയാണ് IRR. അപ്പോൾ അതിന് നമുക്ക് 2 ടേബിൾ ആവശ്യമായിട്ടുണ്ട് IRR കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങളെല്ലാവരും പഠിച്ചു വയ്ക്കുക. IRRൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. L+P1 - Q / P1 - P2 × H - L എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിൻ്റെ പ്രോബ്ലം പഠിക്കാം കേട്ടോ. അതിൻ്റെ പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് IRR. അതിൽ കോസ്റ്റ് 22,000 ആണ്. ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട് 12,000, 4,000, 2,000, 10,000. നമുക്ക് ആദ്യം അതിൻ്റെ PV ഫാക്ടർ തന്നിട്ടില്ല. PV ഫാക്ടർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അത് കാണണമെങ്കിൽ നിങ്ങൾ ആവറേജ്, നേരത്തെ കണ്ടുപിടിച്ച ആവറേജ് ഏണിങ്സ് ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആവറേജ് ഏണിങ്സ് നമ്മളെങ്ങനെ കാണുക, 12,000, 4,000, 2,000, 10,000 കൂട്ടിയിട്ട് അപ്പോൾ എത്ര വർഷമാണ്, 4 വർഷം കൂടുമ്പോൾ 7,000 കിട്ടും. ആ കോസ്റ്റിനെ 7,000 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3.14 എന്ന് കിട്ടും. ഈ 3.14 എത്ര പെർസെൻറ്റേജിലാണ് വരുന്നത് എന്ന് നിങ്ങൾ ടേബിളിൽ നോക്കി മനസ്സിലാക്കണം. ആ ടേബിൾ നിങ്ങൾ നോക്കേണ്ടത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് ആനുവലി ഫോർ N years പറയുന്നൊരു ടേബിൾ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ. അതിൽ നിങ്ങൾ ഈ 3.14 വരുന്നുണ്ടോ നോക്കണം. 3.14 ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഏകദേശം എടുത്തുള്ള 2 വാല്യൂ, അതായത് 3.170 3.037 ആണ് കിട്ടുക. അതായത് 3.170 10%, 3.037 12%. അപ്പോൾ നമുക്ക് 2 റേറ്റുകളാണ് അവിടെ കിട്ടുന്നത്. കാരണം കറക്റ്റായിട്ട് 3.14 ഇല്ലാത്തത് കൊണ്ട് അത് വരുന്ന ഏകദേശം ബിറ്റ്വീനിലുള്ള 2 വാല്യൂസ് എടുക്കുക. ഒന്ന് 3.037 ഒന്ന് 3.170 ആണ്. അത് 12%ഉം 10% ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 12%ഉം 10%ഉം വെച്ചിട്ട് നേരത്തെ കണ്ട പോലെ നമ്മൾ NPV വർക്കൗട്ട് ചെയ്യണം. NPV കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് കിട്ടിയ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ഫാക്ടർ ഇപ്പോൾ 10% കിട്ടിയില്ലേ, ആ 10% എത്രയാണ് PV ഫാക്ടർ നോക്കണം. നമ്മൾ നേരത്തെ നോക്കിയ ടേബിളിൽ ആ ടേബിളാണ് നോക്കേണ്ടത് കേട്ടോ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്ന ടേബിളിൽ 10% ഫസ്റ്റ് ഇയറിൽ എത്രയാണ് വരുന്നത്, 0.909, സെക്കൻഡ് ഇയറിൽ 0.826. അത് എഴുതിയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ PV കിട്ടും. അത് ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ PV കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്തത് ഇതുപോലെ തന്നെ 12% ചെയ്യുക. എന്നിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷനിൽ IRR = എന്താണ്, L+P1 - Q / P1 - P2 × H - L. അതിൽ L എന്ന് പറയുന്നത് ലോവസ്റ്റ് ഡിസ്കൗണ്ട് ആണ്. ഇപ്പോൾ 10ഉം 12ഉം കിട്ടിയില്ലേ, അതിൽ 10 ലോവസ്റ്റ്, 12 ഹയസ്റ്റ്. അപ്പം Lഉം കിട്ടി, Hഉം കിട്ടി. ഇനി P1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് വാല്യൂ അറ്റ് ലോവർ കോസ്റ്റ്, നമ്മൾ ലോവർ റേറ്റിൽ കണ്ടുപിടിച്ച പ്രസൻറ്റ് വാല്യൂ ആണ് അവിടെ എടുക്കാനായിട്ട്. Q എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റാണ്, അതായത് 22,000 രൂപ / P2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ റേറ്റിൽ കിട്ടിയ പ്രസൻറ്റ് വാല്യൂ ആണ്. ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇതാണ് IRR. നിങ്ങളിത് ചെയ്ത് പഠിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ NPVയും IRRും തമ്മിൽ ഡിഫറൻസും പഠിക്കണേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. അടുത്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു IRR ഒന്നും ഞാൻ എടുക്കാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നന്നായി പഠിക്കുക. ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുക. അതിൻ്റെ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫാക്ടേഴ്സ് എല്ലാവരും പഠിക്കുക. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ച് വയ്ക്കുക. അതിൻ്റെ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അതാണ് നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത്. അതുപോലെ CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ, അത് എന്താണ് ഉള്ളത് ഒന്ന് എല്ലാവരും നോക്കി വയ്ക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ അടുത്തത് ലിവറേജ് ആണ്. ലിവറേജിന് എന്തായാലും മിക്കവാറും ഒരു പ്രോബ്ലം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലിവറേജ് നോക്കുക. ലിവറേജിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, കമ്പൈൻ ലിവറേജ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ 3 മാർക്ക് ക്വസ്റ്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. വാട്ട് ഈസ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത് പഠിച്ച് വയ്ക്കുക എല്ലാവരും കേട്ടോ. ലിവറേജിൻ്റെ പ്രോബ്ലം ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആ ലിവറേജ് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ പ്രോബ്ലംസും ഞാൻ ഇട്ടിട്ടുണ്ട്, അത് പഠിക്കുക. OLഉം FLഉം തമ്മിൽ ഡിഫറൻസ് പഠിക്കുക. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും തമ്മിൽ ഡിഫറൻസ് പഠിക്കുക എല്ലാവരും കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷനാണ്. ഡിവിഡൻഡ് ഡിസിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡിവിഡൻഡ് ഡിസിഷൻ പറയാനാണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും എത്ര എമൗണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡിവിഡൻഡ് ഡിസിഷൻ.
അപ്പോൾ അതിൽ പലതരത്തിലുള്ള ഡിവിഡൻഡ് ഉണ്ട്. ക്യാഷ് ഡിവിഡൻഡ് ഉണ്ട്, സ്റ്റോക്ക് ഡിവിഡൻഡ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഉണ്ട്, ബോണ്ട് ഡിവിഡൻഡ് ഉണ്ട്, പ്രോപ്പർട്ടി ഡിവിഡൻഡ് ഉണ്ട്. അതിൽ ഈ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് 3 മാർക്കിൻ്റെ. എല്ലാവരും പഠിച്ച് വയ്ക്കുക. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എപ്പോഴും ചോദിക്കും കേട്ടോ, അത് പഠിച്ച് വയ്ക്കുക. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോമിസറി നോട്ടിൻ്റെ രൂപത്തിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് കൊടുക്കുക. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഷെയർ ആയിട്ട് കൊടുക്കുക. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടും കൊടുക്കില്ല, ഷെയർ ആയിട്ടും കൊടുക്കില്ല. അതിന് പകരം നമ്മളൊരു പ്രോമിസറി നോട്ട്, ഞാൻ പൈസ അടയ്ക്കാം എന്ന രീതിയിൽ നമ്മളൊരു പ്രോമിസ് ചെയ്യില്ല, ഐ പ്രോമിസ് ടു പേ, ഞാൻ അടച്ചുകൊള്ളാം എന്ന രീതിയിൽ ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുന്നതാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് കേട്ടോ. അതൊന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ ബോണ്ടായിട്ട് ഡിവിഡൻഡ് കൊടുക്കാം, അതാണ് ബോണ്ട് ഡിവിഡൻഡ്. പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി ഡിവിഡൻഡ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ഏതായാലും ചോദിക്കും. പിന്നെ ഡിവിഡൻഡ് പോളിസിയാണ്. ഡിവിഡൻഡ് പോളിസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഷുവർ ക്വസ്റ്റൻ ആണ്, ചിലപ്പോൾ എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏണിങ്സ്. അതിൻ്റെ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കാം, എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ്, പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റുകൾ, എത്രത്തോളം പൈസ ബോറോ ചെയ്യാൻ പറ്റും, നീഡ് ടു റീപേ ഡെപ്റ്റ്, ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ട്രേഡ് സൈക്കിൾ. ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ എഴുതാം കേട്ടോ. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാലും ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഴുതിയാൽ മതി. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാത്തിലും കോമൺ ആണ്. ഒന്ന് ട്രേഡ് സൈക്കിളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആ 4 സ്റ്റേജില്ലേ, ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി, ആ 4 സ്റ്റേജസൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ലീഗൽ റിക്വയർമെൻറ്റ്, അതുപോലെ ഗവൺമെൻറ് പോളിസി, ടാക്സേഷൻ പോളിസി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ചെയ്താൽ അതെല്ലാവരും പഠിച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ ഡിവിഡൻഡ് തിയറീസാണ്. ഡിവിഡൻഡ് തിയറീസിൽ ഡിവിഡൻഡ് അപ്രോച്ച് ഉണ്ട്, ഇറലവൻറ്റ് തിയറി ഉണ്ട്, റെലവൻറ്റ് തിയറി ഉണ്ട്. ഇറലവൻറ്റ് തിയറീസിൽ വരുന്നതാണ് മോദി, ഗിലാനി ആൻഡ് മില്ലർ അപ്രോച്ച് അല്ലെങ്കിൽ MM അപ്രോച്ച്. അദ്ദേഹം പറയുന്നത് നമ്മൾ ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ, ഡിവിഡൻഡ് കൊടുത്താൽ ഒരിക്കലും നമ്മുടെ കമ്പനിയുടെ ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ആളാണ് MM അപ്രോച്ച്. അതായത് ഇറലവൻ്റ് ആണെന്ന് പറയാനാണ്. ഡിവിഡൻഡ് കൊടുത്താലും അത് എന്താണ്, ഒരിക്കലും ഫേമിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മുടെ മോദി, ഗിലാനി പറയുന്നത്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഫേം എന്നാണ് നമ്മുടെ മോദി, ഗിലാനി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ച് പ്രകാരം ചില അസംഷൻസ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, അതുപോലെ ഇൻവെസ്റ്റേഴ്സ് റേഷണലി ബിഹേവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, നോ ടാക്സ് റേറ്റ് ഇല്ല, അതുപോലെ നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഫിക്സഡ് ആയിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അസംഷൻസ്. അപ്പോൾ അസംഷൻസും അതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കുക. കാരണം എസ് ചോദിക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എഴുതണം, MM അപ്രോച്ച് എഴുതണം. അതിന് ഇക്വേഷൻ ഉണ്ട്. അത് 3 സ്റ്റെപ്സിലാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം P1 കാണണം, M കാണണം. P1 ഉം M ഉം കിട്ടിയിട്ട് വേണം നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം വർക്കൗട്ട് ചെയ്യാൻ. വാല്യൂ ഓഫ് ദ ഫേം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, N+M × P1 ആണ്. അപ്പോൾ അതിൽ നമുക്ക് M ഉം P1 ഉം തരില്ല. നിങ്ങൾ ആദ്യം P1 കാണണം. P1 കാണണമെങ്കിൽ P0 × 1 + KE × -D1 എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിനുശേഷം M ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. M ഉം P1 ഉം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ ഓഫ് ദ ഫേം കാണാം. അടുത്ത രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് വാൾട്ടേഴ്സ് മോഡലാണ്. വാൾട്ടേഴ്സ് മോഡലും ഗോർഡൻസ് മോഡലും ഉണ്ട്. അത് രണ്ടും റെലവൻറ്റ് അപ്രോച്ചാണ്. അപ്പോൾ ഇറലവൻറ്റ് അപ്രോച്ചിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് MM അപ്രോച്ചാണ്. നമ്മുടെ മോദി, ഗിലാനി മാത്രമാണ് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഡിവിഡൻഡ് പോളിസി ഒരിക്കലും വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ വാൾട്ടേഴ്സും ഗോർഡനും അങ്ങനെയല്ല പറയണേ. അവർ പറയുന്നു ഉറപ്പായിട്ടും നമ്മുടെ വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അസംഷൻസ് ഒന്ന് പഠിച്ച് വയ്ക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമുക്ക് ഡിവിഡൻഡ് പോളിസിയിൽ നമുക്ക് അത്രയും പഠിക്കാനുള്ളൂ. അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാവരും പഠിച്ച് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആണ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും, ഷോർട്ട് ടേമിലാണെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പഠിക്കുക, ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പഠിക്കുക. അതിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഒന്ന് പഠിച്ച് വയ്ക്കുന്നത് വളരെ സിമ്പിളാണ്. ഫിഗറൊക്കെ വരച്ച് വയ്ക്കുക. ക്യാഷിനെ ആദ്യം റോ മെറ്റീരിയൽ വാങ്ങുന്നു, ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങുന്നു, റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് കടമായിട്ട് വിൽക്കുമ്പോൾ ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ് വരുന്നു, അത് പൈസ തരുമ്പോൾ വീണ്ടും ക്യാഷ് ആകുന്നു, ആ ക്യാഷിനെ വീണ്ടും റോ മെറ്റീരിയൽ ആക്കുന്നു. ആ ഒരു പ്രോസസ്സ് എല്ലാവരും പഠിച്ച് വയ്ക്കുക. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ ആ ചാപ്റ്ററിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് ഒന്ന് പഠിച്ച് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻ, EOQ, എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി കാണാനായിട്ട് √2CO/I, ആ ഇക്വേഷൻ പഠിച്ചിട്ടുള്ള പ്രോബ്ലം, ജസ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്, അതൊന്ന് പഠിച്ച് നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നതാണ്. അതുപോലെ സ്റ്റോക്ക് ലെവൽ, അത് ചോദിക്കാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചിലപ്പോൾ ചോദിക്കാം. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് ഒന്ന് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി, സ്റ്റോക്ക് ലെവൽ, ABC അനാലിസിസ്, VED അനാലിസിസ്, അതൊക്കെ അതിൽ വരുന്നതാണ്. അതിൽ എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് നമുക്ക് മെച്ചമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യില്ലേ, അത് എത്രത്തോളം ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം
എന്നുള്ളതാണ് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയിൽ. പിന്നെ സ്റ്റോക്ക് ലെവലിൽ പല സ്റ്റോക്ക് ലെവലുണ്ട്. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചതിൻ്റെ പ്രോബ്ലം ഒന്ന് പഠിച്ച് വയ്ക്കുക. സ്റ്റോക്ക് ലെവൽ നിങ്ങൾ ആദ്യം വർക്കൗട്ട് ചെയ്യുന്ന റീ ഓർഡർ ലെവലാണ്. റീ ഓർഡർ ലെവൽ കാണാതെ നമുക്ക് മിനിമം മാക്സിമം കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ റീ ഓർഡർ ലെവൽ ആദ്യം കാണാം. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. അതിൻ്റെ പ്രോബ്ലത്തിലൊക്കെ ഡയറക്റ്റ്ലി എല്ലാം തരും. മിനിമം ലെവൽ കാണാൻ റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ് ആണ്. നോർമൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റനിൽ പറയുക. ചിലപ്പോൾ നോർമൽ റീ ഓർഡർ പീരീഡ് തരില്ല. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ മിനിമം റീ ഓർഡർ പീരീഡും മാക്സിമം റീ ഓർഡർ പീരീഡും കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ മതി. പിന്നെ മാക്സിമം ലെവലാണ്. അതായത് റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. അടുത്ത ABC അനാലിസിസ് പഠിക്കുക. ചിലപ്പോൾ 3 മാർക്ക് ക്വസ്റ്റിന് ചോദിക്കാം. ABC എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെസ്റ്റ് കൺട്രോൾ അനാലിസിസ്. നമ്മൾ മെറ്റീരിയലിനെ 3 ഗ്രൂപ്പാക്കും. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, C ഗ്രൂപ്പ്. A ഗ്രൂപ്പിൽ നമ്മൾ കോസ്റ്റ് കൂടിയ മെറ്റീരിയൽ ആയിരിക്കും വാങ്ങി വയ്ക്കുക, പക്ഷേ കുറച്ച് വാങ്ങി വയ്ക്കുള്ളൂ. Bയിലാണെങ്കിലോ കുറച്ചും കൂടി കോസ്റ്റ് കുറവായിരിക്കും, കുറച്ച് കൂടുതൽ വാങ്ങി വയ്ക്കും. C എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ സാധനമായിരിക്കും, കുറച്ച് കൂടുതൽ വാങ്ങി വയ്ക്കും. അതാണ് ABC അനാലിസിസ്. ഇനി VED അനാലിസിസ് ഉണ്ട്. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. മെറ്റീരിയൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ. സാധാരണ സ്പെയർ പാർട്സ് കമ്പനിക്കാരൊക്കെയാണ് VED അനാലിസിസ് ഉപയോഗിക്കുക. അതിൽ വൈറ്റലായിട്ട് വേണ്ടത്, എസെൻഷ്യലായിട്ട് വേണ്ടത്, ഡിസൈറബിളായിട്ട് വേണ്ടതൊക്കെയാണ് നമ്മളതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്സുകൾ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ കൂടുതൽ ഊന്നൽ നൽകേണ്ട ടോപ്പിക്സുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.